പരിചിതരായ ടീച്ചേഴ്സാണ് ഇവിടെ നമ്മുടെ കുട്ടികളെ അഭ്യസിപ്പിക്കുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ ഒന്നും തന്നെ ഞാൻ പറയുന്നില്ല. ബാധ്യമായ കാര്യങ്ങൾ നമ്മുടെ ഗവൺമെൻറ് തലത്തിൽ ഉദ്ഘാടനം നടക്കുകയാണ്. 10 മണിക്കാണ്, സമയം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഉദ്ഘാടനവും മറ്റു മെമ്പേഴ്സിനൊക്കെ പല സ്കൂളുകളിൽ പോകേണ്ടതുകൊണ്ട് താമസിച്ചിട്ടുണ്ട്. എങ്കിൽ തന്നെ നമ്മൾ സ്വല്പം ലേറ്റായാണെങ്കിലും നമ്മൾ ഈ യോഗ നടപടികൾ ആരംഭിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് എൻ്റെ എല്ലാവിധമായ ആശംസകളും പുതുതായി വന്ന 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും വന്ന കുഞ്ഞു കുട്ടികൾക്ക് എല്ലാവിധമായ വ്യക്തിത്വങ്ങൾ, രക്ഷകർത്താക്കൾ ഇവിടെ ഈ വർഷം 75 കുട്ടികളോളം പുതുതായി വന്നു ചേർന്നിട്ടുണ്ട്. അവരുടെ രക്ഷകർത്താക്കളും മുൻപ് പഠിച്ചിരുന്ന കുഞ്ഞുങ്ങളുടെ രക്ഷകർത്താക്കളും പ്രിയമുള്ള കുഞ്ഞുങ്ങൾ ഇവരെയൊക്കെ നല്ല രീതിയിൽ കുട്ടികൾ സ്കൂളിലാണ് ചെലവഴിക്കുന്നത്. എന്നാൽ 3ൽ 2 ഭാഗവും കുട്ടികൾ വീടുകളിലാണ്. അപ്പം അധ്യാപകരെ പോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ സമൂഹത്തിന് കൊള്ളാവുന്ന ഉതകുന്ന നല്ല സ്വഭാവമുള്ള വ്യക്തിത്വങ്ങളായി വളർത്തുന്നതിൽ നമ്മുടെ വീടുകൾക്കും ഒരു സുപ്രധാന പങ്കുണ്ട്. അതുപോലെ തന്നെ സമൂഹത്തിന് കണ്ടും കേട്ടും അറിഞ്ഞുമാണ് ഒരു കുഞ്ഞ് അവന്റെ വിദ്യാഭ്യാസം പഠിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഈ സമൂഹവും അതിന് ഉതകുന്നതായിട്ടുള്ള ഒരു നല്ല സന്ദേശങ്ങൾ നൽകുന്ന ഒരു സമൂഹമായി മാറണം. അപ്പൊ അതിന് ഈ പുതിയ അധ്യയന വർഷം വളരെ ദീർഘമായി സംസാരിക്കുന്നില്ല. ഇവിടെ ഒരുപാട് ചടങ്ങുകൾ ഇനി ഇവിടെ നടക്കാനുണ്ട്. പുതിയ അധ്യയന വർഷത്തിൽ വന്നു ചേർന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും നമുക്കറിയാം, LP യിൽ നിന്നും UP യിലേക്ക് വരുമ്പോൾ LP തലത്തിലുള്ള പാഠഭാഗങ്ങളല്ല, UP യിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ഗൗരവത്തിലുള്ള പാഠഭാഗങ്ങളിലേക്കാണ് വരുന്നത്. ഇതുവരെ ആടിയും പാടിയും ചാടിയും ഓടിയും നൃത്തം വെച്ചും ഒക്കെ നമ്മൾ LP തലത്തിൽ പഠിച്ചുവെങ്കിൽ കുറച്ചുകൂടെ ഗൗരവത്തോടുകൂടി ഈ UP തലത്തിലേക്ക് വന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇവിടെ അയച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇതിനുവേണ്ടി നമ്മുടെ ഇവിടുത്തെ പ്രിയപ്പെട്ട എൻ്റെ അധ്യാപകര് നല്ല പരീക്ഷാ യോഗ്യതയും നല്ല ചുറുചുറുക്കുമുള്ള ഒരു ഗ്രൂപ്പ് അധ്യാപകരാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അവരുടെ പരിശ്രമം മൂലമാണ് കഴിഞ്ഞ വർഷമൊക്കെ നമ്മുടെ സ്കൂളിന് ഒരുപാട് നേട്ടങ്ങളുണ്ടായി. അത് നിങ്ങൾക്ക് ഈ സ്കൂളിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ബോർഡുകൾ ശ്രദ്ധിച്ചാൽ അറിയാവുന്നതാണ്. ഇനിയും ഈ കുഞ്ഞുങ്ങളെ അവരുടെ പഠനവും പാഠ്യേതര പ്രവർത്തനങ്ങളിലും വളരെ ശ്രദ്ധ കൊടുത്ത് അവരുടെ ഉള്ളിൽ ഉള്ള കലാവാസനകളെ മനസ്സിലാക്കി വളർത്തിയെടുത്ത് നല്ല നല്ല ഉയരങ്ങളിലേക്ക് അവരെ എത്തിക്കാൻ ഈ അധ്യാപകർക്ക്, ഉയർച്ചയിലേക്ക് എത്തിക്കാൻ ഈ അധ്യാപകർക്ക് കഴിയും എന്ന് ഞാൻ ഉറപ്പു തരുന്നു. മാനേജ്മെൻറ്റും അധ്യാപകരും നാട്ടുകാരും എല്ലാവരും കൂടെ സഹകരിച്ച് നമുക്ക് ഈ കായിക ഗ്രാമത്തിലെ ഈ സരസ്വതി ക്ഷേത്രത്തെ എന്ന് തന്നെ വിശേഷിപ്പിക്കാം. 100 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള സ്കൂളാണ്. ഇപ്പോഴും ഇത് നിലനിന്നു പോകുന്നു. അതിന് എല്ലാവരുടെയും പിന്തുണയും അത് കണ്ടുപിടിക്കാനും അത് രക്ഷിതാക്കളെ അറിയിക്കുന്നതിനും ആ കുട്ടിയുടെ വീട്ടിൽ നിന്ന് വരുമ്പോഴും ആ കുട്ടിയുടെ മനസ്സിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അധ്യാപകർക്ക് അത് കണ്ടെത്താനും കഴിയുന്നുള്ളതാണ് ഇവിടുത്തെ അധ്യാപകരുടെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. അത് നമ്മുടെ രക്ഷിതാക്കളെ അറിയിക്കുകയും അത് നിരന്തരം ആ കുട്ടികളെ വീക്ഷിക്കുന്നതിനും അതിനെല്ലാം ഉള്ള കാര്യങ്ങൾ നമ്മുടെ ഈ സ്കൂളിൽ നിന്ന് ലഭിക്കുമെന്നുള്ളത് നേരത്തെ ഇവിടുന്ന് പഠിച്ചിട്ട് പോയ കുട്ടികൾക്ക് തന്നെ രക്ഷിതാക്കൾക്കും അറിയാവുന്ന കാര്യം. കാക്കയുണ്ട് 7 അടി പൊക്കത്തിലേ. എന്താ കാക്കേ? എന്താ കാക്കേ? എന്താ കാക്കേ? എന്താ കാക്കേ? രാമൻ നായർക്ക് തോട്ടമുണ്ട് 7 അടി പൊക്കത്തിലേ. തോട്ടത്തില് കാളയുണ്ട് 7 അടി പൊക്കത്തിലേ. എന്താ കാളെ? പട്ടിക്ക് പറഞ്ഞ കാളയാ.
ആ പള്ളിക്കൂടത്തിൽ പോയത് വയലിന്റെ വരമ്പേ കൂടെ അല്ല, അവന്റെ പ്രശ്നമാണ് അല്ലേ. അച്ഛന്റെ ബൈക്കിന്റെ പിറകെ കെട്ടിപ്പിടിച്ചിരുന്നിട്ടാ പോയത്. അല്ലെങ്കിൽ പള്ളിക്കൂടത്തിൽ പോയപ്പോ ഞങ്ങൾ കാളയെ കണ്ടായിരുന്നു. കാളയിറച്ചി തിന്നും, കാളയുടെ സൗണ്ട് അറിഞ്ഞൂടാ അല്ലേ. രാമൻ നായർക്ക് തോട്ടമുണ്ട് 7 അടി പൊക്കത്തിലേ, തോട്ടത്തില് കാക്കയുണ്ട് 7 അടി പൊക്കത്തിലേ. എന്താ നായേ? ശ്രദ്ധിക്കണം, ഞാൻ കാക്കാന്ന് പറഞ്ഞ നായ എന്നൊക്കെ ചോദിച്ചാൽ ശ്രദ്ധ വേണ്ടേ ക്ലാസ് ഇരിക്കുമ്പോ. തോട്ടത്തില് പാമ്പുണ്ട് 7 അടി പൊക്കത്തിലേ. എന്താ പാമ്പേ? സൈക്കിളിന്റെ കാച്ചു പോയത്. പിന്നെ അടുത്ത സയ്യിദ് അലി. നിവിൻ റോയ്. അഹല്യ. പേരൻസിനോട് എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഈ പ്രലോഭനങ്ങളിൽ ഒന്നും വീഴാതെ നമ്മുടെ കുട്ടികൾ ഏത് സ്കൂളിലാണോ ആ കുട്ടികളെ വിട്ടാൽ ആ കുട്ടികൾ സുരക്ഷിതമായിരിക്കുന്നത് ആ സ്കൂളിൽ തന്നെ നമ്മളെ കുട്ടികളെ വിട്ട് പഠിപ്പിക്കണം. ഇവിടെ നോക്കുമ്പോൾ വാർത്ത കെട്ടിടങ്ങളോ മറ്റ് സംവിധാനങ്ങളോ ഒക്കെ ഇല്ലെങ്കിലും നമ്മുടെ ഈ കൊച്ചു കെട്ടിടത്തിനുള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ സംവിധാനങ്ങളും ഇതിനകത്ത് തന്നെ ഉണ്ട്. ഓടിട്ട കെട്ടിടങ്ങളും അത് പതുക്കെ ഇതെല്ലാം ഒരു മാറ്റം വരും. എങ്കിലും ഈ സ്കൂളിൽ നിന്ന് കിട്ടേണ്ട എല്ലാ കാര്യങ്ങളും ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചും ഒരു കുട്ടിയെ സംബന്ധിച്ചും അവരും ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ സ്കൂളിൽ നിന്ന് കിട്ടും. എന്തെങ്കിലും കാര്യങ്ങൾ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് കുട്ടികൾക്ക് എന്തെങ്കിലും കിട്ടാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏതെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ 7 ടീച്ചർമാരെയോ വിളിക്കാം, അല്ലെങ്കിൽ എന്നെയോ വിളിച്ച് പറയാം. അത് വിളിക്കാതിരിക്കല്, അതിനുള്ള മാറ്റങ്ങൾ ഈ സ്കൂളിൽ നിന്ന് തന്നെ അധ്യാപകരുടെ ഭാഗത്തു നിന്ന് തന്നെ അത് ഉണ്ടാകും എന്നുള്ള തീർച്ചയാണ്. നിവേദ്യ ആർ, ഫർസാന എം, സീരിയൽ കാണട്ടെ അല്ലെങ്കിൽ TV കാണട്ടെ, അവൻ പഠിച്ചപ്പോഴേലും പോയി കിടന്ന് ഉറങ്ങട്ടെ, വേണമെങ്കിൽ ചോറ് വിളമ്പി കഴിക്കട്ടെ, അങ്ങനെയല്ല. നിരന്തരം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കുട്ടിയോടൊപ്പം ഉണ്ടാകണം. അപ്പൊ അവനൊരു വലിയ തണലാണ്, വലിയൊരു ആശ്വാസമായിരിക്കും. അപ്പൊ അങ്ങനെ നമ്മുടെ കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നീട് മിടുക്കന്മാരെ അല്ല നമ്മുടെ ലോകത്തിന് ഇന്ന് ആവശ്യം. പിന്നെ ആരെയാണ്? മിടുക്കന്മാരെ അല്ല വേണ്ടേ, മണ്ടന്മാരെയാണോ? അല്ല, പിന്നെ ആരെയാ വേണ്ടേ? എല്ലാവരും മിടുക്കന്മാരാണ്. എല്ലാവരും അങ്ങ് മിടുക്കന്മാരായ എങ്ങനെയാ? അപ്പൊ മിടുക്കന്മാരെ കവച്ചു വെക്കുന്ന ആൾക്കാർ വേണം. അപ്പൊ മിടുമിടുക്കന്മാരെയാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യം. അപ്പൊ അങ്ങനെ നമ്മുടെ ഓരോ കുട്ടികളെയും മിടുമിടുക്കന്മാരാക്കി എടുക്കാൻ വേണ്ടി നമ്മൾ പേരൻസ് എന്നുള്ള നിലയിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഒക്കെ ചെയ്യാം. പഠനത്തിൽ ചിലപ്പോൾ നമ്മുടെ കുട്ടി കുറച്ച് മാർക്കിന് പിന്നിലായിരിക്കും, അത് നമുക്ക് പ്രശ്നമല്ല, നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നേ ഉള്ളൂ, പഠിച്ച് മേടിച്ചെടുക്കാൻ. പക്ഷെ നമ്മുടെ കുട്ടിയുടെ സ്വഭാവം നശിച്ചു പോയാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി എന്ന് പറയുന്നത്
രണ്ടുപേർക്കും ഷെയർ ചെയ്യാം, പേരൻസിനും ഷെയർ ചെയ്യാം, അധ്യാപകർക്കും ഷെയർ ചെയ്യാം. പക്ഷെ അധ്യാപകരെക്കാൾ കൂടുതൽ അവർ കുട്ടിയുടെ സ്വഭാവം ദുഷിച്ചു പോയാൽ അതിൻ്റെ ഒരു 80% ഉത്തരവാദി ആര് തന്നെയായിരിക്കും? പേരൻസ് എന്ന് പറയുന്നത് നമ്മളായിരിക്കും, അല്ലേ? പാട്ടിൻ താളം പകർന്നിടുമിമ്പം പോൽ കൊലുസിൻ്റെ ഈണം മനസ്സോട് ചേരുന്നു. പാട്ടിൻ താളം പകർന്നിടുമിമ്പം പോൽ കൊലുസിൻ്റെ ഈണം മനസ്സോട് ചേരുന്നു. വരുമോ എൻ കൺകോണിലായി അണയൂ നിറവാർന്നെന്നുമേ അന്നാദ്യമായി കണ്ട നാളിൽ പ്രാണനായി നീ, പ്രാണനായി നീ. ശ്യാമംബരം പുൽകുന്നൊരാ വെൺചന്ദ്രനായി നിൻ പൂമുഖം ഞാൻ വരുന്ന വഴിയോരം കാതിൽ ചേരും നിൻ ചിലമ്പൊലികൾ മുന്നിലൂ